guys, welcome back to my YouTube channel. This is Tejasanga and you're watching Tejasanga Diaries. എൻ്റെ പഴയ സബ്സ്ക്രൈബേഴ്സ് എല്ലാവർക്കും ഭയങ്കര നൊസ്റ്റു അടിക്കുന്ന ഒരു വീഡിയോ ആണ് ഇത്. ബിക്കോസ് ഞാൻ ഹെയർ കളർ ചെയ്യാൻ വേണ്ടി പോവാണ്, വീട്ടിലൊന്നും പറയാതെ. എൻ്റെ ഒരു റിയാക്ഷൻ നോക്കാം. ഞാൻ കുറേ ആയി ആക്ച്വലി ഹെയർ കളർ ചെയ്തിട്ട്. കഴിഞ്ഞ വട്ടം മറ്റേ കട്ട് ചെയ്തിട്ട് കളർ ചെയ്തപ്പോൾ വലിയ മൈൻഡ് ആർക്കും ഉണ്ടായില്ല. ബിക്കോസ് കട്ട് ചെയ്തത് അത്രയും വലിയ ഒരു റിയാക്ഷൻ്റെ സാധനം ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് ഇന്ന് ഹെയർ കളർ ചെയ്യാമെന്ന്. എന്താ ചെയ്യേണ്ടത് ഏതാ ചെയ്യേണ്ടത് ഒന്നും ഞാൻ ഡിസൈഡ് ചെയ്തിട്ടില്ല. എനിക്ക് കുറച്ച് റെഡ് ഇങ്ങനെ ബോട്ടം ഒക്കെ ചെയ്ത രസം ഉണ്ടാവുന്നുണ്ട്, ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഞാൻ വേറെ എന്തോ ഒന്നുകൂടെ പറയാൻ വേണ്ടി വന്നു. പണ്ട് കുറേ പേർക്ക് ഇന്നെ അറിയുന്നത് തലയിൽ കളർ അടിച്ച് നടക്കുന്ന കുട്ടിയായിട്ടാണ്. ബിക്കോസ് ഇടയ്ക്ക് ഞാൻ റെഡ് അടിക്കും, പിന്നെ പേർപ്പിൾ അടിക്കും, ഗ്രീൻ അടിക്കും, ബ്ലൂ അടിക്കും. അടിക്കാൻ ഇനി ബാക്കിയൊന്നുമില്ല. ഇത് എനിക്കൊരു ക്രേസ് ആയിരുന്നു. ആൻഡ് പിന്നീട് അത് കുറച്ച് ഒതുങ്ങി. ബട്ട് ഇപ്പം എനിക്ക് തോന്നി വൈ നോട്ട് ഒരു ന്യൂ ഹെയർ കളർ കിട്ടി കുറച്ച് ലുക്ക് മാറ്റിയാലോ എന്നുള്ളൊരു സാധനം. അപ്പം ഇന്ന് ഹെയർ കളർ ചെയ്യുന്നു ആൻഡ് വീട്ടിലുള്ളവരുടെ റിയാക്ഷൻ കാണുന്നു, അത്രേ ഉള്ളൂ. ഇപ്പോൾ അവർ ഭയങ്കര യൂസ്ഡ് ആയതുകൊണ്ട് അയ്യോ ആ ഒരു റിയാക്ഷൻ ഒന്നുമില്ല. ഓ ഈ കളറാണോ അടിച്ചത്, വേറെ അടിക്കാനോ അല്ലെങ്കിൽ ഇത് രസമുണ്ട്, അങ്ങനത്തെ ഗുഡ് റിയാക്ഷൻസ് ആയിരിക്കും. പക്ഷേ ഇത്തവണ അബീൻ്റെ റിയാക്ഷൻ കൂടെ എടുക്കുന്നുണ്ട്. ബിക്കോസ് അബി ഇത്ര കാലം ഉണ്ടായിരുന്നില്ലല്ലോ, ഇപ്പോൾ ഉണ്ടല്ലോ. പിന്നെ ഓർത്ത് അബിൻ്റെയും കൂടെ റിയാക്ഷൻ പുതുതായിട്ട് എടുക്കാമെന്ന്. സോ ഞാൻ സലൂണിൻ്റെ മുമ്പിലെത്തി. 5:30 പറഞ്ഞിട്ട് ഞാൻ എത്തിയത് 6:20. പക്ഷെ ഞാൻ ഓൾറെഡി അവരെ ഇൻഫോം ചെയ്തു ഞാൻ കുറച്ച് വൈകുന്നു. സോ നമുക്കിനി ഫർദർ ഡിലേ വരുന്നുണ്ട്, വേഗം ഉള്ളിൽ പോവാം. ആൻഡ് ടുഡേ ഞാൻ കുറച്ച് രസമായിട്ട് എന്തൊക്കെ സ്റ്റൈലൊക്കെ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഹെയർ കളറൊക്കെ കിട്ടുമ്പോൾ ഒരു ബാഡി അവിടെ നിന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ ബാഡീസ് ചിരിക്കില്ല. ഓക്കെ, സോ ഞാൻ വേഗം ഉള്ളിൽ പോട്ടെ. ബായ്. നമുക്ക് ഉള്ളിൽ പോയിട്ട് സ്റ്റൈലിസ്റ്റായിട്ട് ഡിസ്കസ് ചെയ്ത് എങ്ങനത്തെ ഹെയർ കളർ വേണം, ഹൈലൈറ്റ്സ് ആണോ ബോട്ടം ആണോ ഫുള്ളാണോ എന്നൊക്കെ തീരുമാനിച്ച് നമ്മുടെ പുതിയ കോലത്തേക്ക് നമുക്ക് എത്താം. ആൻഡ് ഇതിൻ്റെ നെയിൽസിൽ ഞാൻ കുറച്ച് ഫൺ ചെയ്തു. കാണുന്നുണ്ടോ? ഐ ഡിഡ് ദാറ്റ് മൈ സെൽഫ്. സോ ഞാനിപ്പോൾ കുറച്ചിങ്ങനെ ഒരുങ്ങി നടക്കുന്ന കുട്ടിയാ. ഓക്കെ ഗായ്സ്, അപ്പം നമുക്ക് പോകാം. ഗായ്സ്, ഈ ചേട്ടനാണ് എനിക്ക് കളർ ചെയ്യുന്നത്. ഈ ചേട്ടൻ മുന്നേ ചെയ്ത കളേഴ്സ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. സോ ഐ എം ട്രസ്റ്റിങ് യു ഇൻ ദിസ് കംപ്ലീറ്റ്ലി. ഞാൻ പറഞ്ഞ് ഇപ്പോൾ എൻ്റെ കോലം എനിക്ക് റിഗ്രറ്റ് ചെയ്യരുത്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ അയ്യോ മറ്റേതായിരുന്നു പണ്ടത്തെ ആയിരുന്നു ഭംഗി. അപ്പോൾ എനിക്ക് വാക്ക് തന്നു. യു പ്രോമിസ് മീ റൈറ്റ്? ഐ വോണ്ട് റിഗ്രറ്റ്. ആരും അറിയില്ല മല്ലയ്യ. അങ്ങനെ ആയാൽ മതി. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ എൻസിൽ കുറച്ച് റെഡ് ചെയ്താൽ രസം ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കും അത് രസം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം അതായിട്ട് പ്രൊസീഡ് ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഗൈസ്, ദിസ് ഈസ് മൈ ഫേവറേറ്റ് പാർട്ട്. കാരണം നല്ല പോലെ മസാജൊക്കെ ചെയ്ത് ഷാമ്പൂ ഒക്കെ ചെയ്ത് തരുമ്പം നല്ല സുഖമുണ്ടാവും. ആക്ച്വലി എനിക്ക് തോന്നാറുണ്ട് ഇവിടുന്ന് തല കഴുകിയാൽ പിന്നെ അടുത്ത 10 ദിവസത്തേക്ക് തല കഴുകണ്ടാവുന്നു. ബിക്കോസ് ഭയങ്കര നല്ലതായിട്ട് കണ്ടീഷണറൊക്കെ ഇട്ട് അടിപൊളിയാക്കി തരും. അപ്പോൾ എനിക്കത് നശിപ്പിക്കാൻ തോന്നില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ കാട്ടി ഡ്രൈ ആക്കും. സോ ദിസ് ഈസ് സോ സാറ്റിസ്ഫൈയിങ്. ഓ മൈ ഗോഡ്. ഗൈസ്, ഞാൻ മേക്കപ്പ് സാധനമൊക്കെ വാങ്ങിയിട്ട് ആക്ച്വലി എന്തൊക്കെ ചെയ്യാൻ പഠിച്ചെന്ന് തോന്നുന്നു. ബിക്കോസ് ഐ ലുക്ക് ഗുഡ്. എനിക്ക് പ്രാന്താ തോന്നുന്നു. കണ്ണൊക്കെ കണ്ടു ഞാൻ എന്തോ കാണിച്ചിട്ടുണ്ട്. യു ക്യാൻ പ്രൊസീഡ് വിത്ത് ഇറ്റ്. ഞാൻ ഇവിടെ എന്തൊക്കെ ഓക്കെ, ഐ എം ഓൾ റെഡി ഫോർ മൈ ന്യൂ ലുക്ക്. ഫസ്റ്റ് നമ്മൾ ഹെയർ കുറച്ച് കട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ലെങ്ത്ത് കുറയ്ക്കാനൊന്നുമല്ല, ഫ്രണ്ടിലൊന്ന് ലെയർ ചെയ്യാൻ, അത്രേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്യത്തില്ല ഞാൻ. കഴിഞ്ഞ വട്ടത്തെ പോലെ ഒന്നും ഞാൻ ചെയ്തില്ല. ശശിയെ എന്നാണ് ഈ പറയുന്നത്?
എന്നോടൊരു 30 minutes വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു തലയിൽ വെച്ചിട്ട്. ലൈക്ക് ഇടയിൽ കുറച്ച് ഹെയറിലൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് ആ ഒരു ഫൈനൽ സാധനം അതുപോലെ ആവോ എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് ആളെ നല്ല വിശ്വാസമുണ്ട്, എനിക്ക് വഴിയില്ല. അപ്പോൾ ഐ റിയലി ഹോപ്പ് ഇത് അടിപൊളി ബാഡി മറ്റേ സാധനം എനിക്ക് കിട്ടുമെന്ന്. കഴിഞ്ഞ ബാഡി ആയില്ലെങ്കിൽ ഞാൻ ആളെ ഒന്ന് കാണുന്നുണ്ട്. ഗൈസ് വാഷ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ കുറച്ച് നല്ല എക്സൈറ്റഡ് ആണ്. ബിക്കോസ് എൻ്റെ തലയിൽ കുറച്ച് നല്ല നല്ല കളേഴ്സ് ഞാൻ കണ്ടിട്ട് കുറച്ച് കാലമായി. അപ്പം ഐ റിയലി ഹോപ്പ് ഇത് അടിപൊളിയാവുന്നു. പക്ഷേ എനിക്ക് കുറച്ച് ടെൻഷൻ ഇല്ലാതില്ല. കാരണം അവസാനം എന്താവും നമുക്കാർക്കും അറിയത്തില്ലല്ലോ കാണുന്നവരെ. അയ്യാ റെഡ് എനിക്ക് ആക്ച്വലി ഇങ്ങനത്തെ റെഡ് നല്ല രസമാണ്. ചിലവരുടെയൊക്കെ തലയിൽ കാണാൻ ലൈക്ക് അവർക്ക് നല്ല ചേരും. അപ്പം ഞാൻ വിചാരിക്കുന്നത് എനിക്ക് നന്നായി ചേരുന്ന ചേർന്നാൽ മതി. ഇല്ലെങ്കിൽ ഞാനിവിടെ അടി ഉണ്ടാക്കും. എന്നെ ബാഡി ആക്കിയില്ല എന്ന് പറഞ്ഞ്. അയ്യാ എന്തൊക്കെ ആവുന്നുണ്ട്. ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ്. എനിക്ക് കാണണ്ട ഗൈസ്. എനിക്ക് സൈഡിൽ കൂടെ കുറച്ച് റെഡൊക്കെ കാണാം. അവ രസമുണ്ട്. ആൻഡ് ഈ ചേട്ടൻ പറഞ്ഞു ഞാൻ ബാഡിയാണ്. പക്ഷെ ഞാൻ സമ്മതിച്ചു കൊടുത്തില്ല. ഞാൻ പറഞ്ഞു എനിക്ക് ഡ്രൈ ചെയ്ത ആക്ച്വൽ കളർ കണ്ടാലേ ഞാൻ അത് സമ്മതിക്കത്തുള്ളൂ. കുറച്ചെന്തൊക്കെ റെഡ് കണ്ടോ? ഇത് ഡ്രൈ ചെയ്ത് എങ്ങനെയുണ്ട് അതെനിക്ക് കാണുന്നുണ്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ കുറേ കാലമായല്ലോ ഹെയർ കളർ ചെയ്തിട്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് എക്സ്ട്രാ എക്സൈറ്റഡ് ആണ്. ലൈക്ക് ഫസ്റ്റ് ടൈം ഒക്കെ കളർ ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു സാധനം പോലെ. ഓ എന്താ വാട്ട് ഈസ് ദാറ്റ്? ഓ വോള്യൂമൈസ് ചെയ്യാൻ എന്തൊക്കെയോ തേക്കുന്നുണ്ട്. ഇറ്റ്സ് ഗുഡ് അല്ലേ? നല്ല ഐ ഹാവ് ട്രസ്റ്റ് ഇഷ്യൂസ്. ഞാൻ മുന്നേ ഹെയർ കളർ ചെയ്ത കൊളായതുകൊണ്ട്. സോ ഗൈസ് ഹെയർ കളർ ചെയ്ത് കഴിഞ്ഞു. ആൻഡ് സീ ഭയങ്കര രസമുണ്ട്. താങ്ക് യു സോ മച്ച്. ഹൗ ഡു യു ഫീൽ? എങ്ങനെയുണ്ട് ഫൈനൽ കണ്ട പിന്നെ? ഓക്കെ നല്ലതാണ്. ഭയങ്കര ഞാൻ പെട്ടെന്ന് മൈക്കും കൊണ്ടുപോയപ്പോൾ ആൾ എക്സ്പെക്ട് ചെയ്തില്ല. ഓ മൈ ഗോഡ്. പക്ഷെ എനിക്ക് നല്ല രസമുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം ഡ്രൈ ആക്കി എൻ്റെ മുടി കുറച്ച് വേറെ ടെക്സ്ചറിലാണ് ഇരിക്കുന്നത്. ആക്ച്വലി എൻ്റെ മുടി ഒരു മിനിറ്റ്. ഓക്കെ ആക്ച്വലി എൻ്റെ മുടി കുറച്ചുകൂടെ ഇങ്ങനെ വേവി പോലെയാണ് നിൽക്കുക. അപ്പം നല്ല രസം. ലൈക്ക് ഇപ്പോഴേ രസമുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനെ സൈഡിക്കൊക്കെ മുടി ഇടുമ്പോൾ താഴെ ഞാൻ വേറെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് ടു ഗുഡ്. ഇനി എനിക്ക് എല്ലാവരും റിയാക്ഷൻ കാണാം. ബിക്കോസ് എല്ലാവരും സൂപ്പറായിട്ടുണ്ടെന്ന് പറയും. ഞാൻ ആരെങ്കിലും സൂപ്പറായിട്ടില്ല ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ദേഷ്യം. ഞാൻ അവരൊക്കെ താങ്ക് യു, യു ഡിഡ് എ ഗുഡ് ജോബ് യു. ഓക്കെ അപ്പോൾ ഞാനിന്ന് ഇവിടെ ബിൽ കൊടുത്ത് കഴിഞ്ഞ് ഇറങ്ങട്ടെ. ഞാൻ കുറേ നേരമായി ഞാനിവിടെ എൻ്റെ ഷോർട്സും അത് ഇതെന്നൊക്കെ പറഞ്ഞ് കുറേ നേരം എടുത്ത് ഞാൻ വീഡിയോ ഓരോന്നൊക്കെ കാണിച്ചു. പക്ഷെ ഓണസ്റ്റായിട്ട് നിങ്ങൾ കാണുന്നവർ പറയൂ ഇതെങ്ങനെ ഉണ്ട് എന്ന്. രസം അല്ലെങ്കിൽ രസമല്ല പറഞ്ഞു. പക്ഷെ രസം ഉണ്ടെങ്കിൽ നല്ല രസമൊക്കെ പറയണം. ഓക്കെ സോ നമുക്ക് എല്ലാവരും ഇനി റിയാക്ഷൻ എടുക്കാം. ബൈ ഗൈസ്. ഞാൻ വീടെത്തി. പക്ഷേ ഇവിടെ എല്ലാവരും കിടന്നു തോന്നുന്നു. 9:45 കഴിഞ്ഞു. 10 മണി ആവാനായി. ഇവിടെ എല്ലാവരും 10:50 കിടക്കും. ഞാനാണെങ്കിൽ വീടെത്തുന്നത് ഈ സമയത്ത്. ഓക്കെ ഹാളിൽ ലൈറ്റ് ഉണ്ട്. അമ്മ ഉണ്ട്. അമ്മേൻ്റെ റിയാക്ഷൻ കാണാം. തുറക്കണില്ല എന്ന് വെച്ചാൽ അമ്മ എണീക്ക്, ചേച്ചി എണീക്ക്, രണ്ടാളും ഒന്നിച്ച് നിൽക്ക്. എന്താ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? നോക്ക് പഴയ മാതിരി ആക്കിയോ? നിങ്ങളല്ലേ എന്നോട് കളർ മൂടിയ രസം ചോപ്പാന്ന് രസം എന്നൊക്കെ പറയല്. അതിലിപ്പോ അഭിനയിക്കാം ക്യാമറന്റെ മുമ്പില്. എങ്ങനെയുണ്ട് പറ എന്റെ മുടി? പക്ഷേ ഇനി കേട് വരുമോന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് പറ മുടി ഇനിയും കേട് വരുമോന്ന് പറഞ്ഞിട്ടേ. റോട്ടിലല്ല അറ്റത്താണ്.
നിങ്ങൾ എന്നോട് ചുവപ്പാക്ക് പറയാ. അമ്മന്റെ ഇഷ്ടപ്രകാരം അവള് ചോപ്പാക്കിട്ട് വന്നു. നന്നായിട്ടുണ്ട്. നല്ല രസമല്ലേ? ബാഡി ആയിട്ടില്ല ഇപ്പൊ ഞാൻ. അതെന്താ മോളിലൊന്നുമില്ല, മോൾ എന്റെ പണ്ടത്തെ കളറാണ്. നീ ഒരിക്കൽ പർപ്പിൾ അടിച്ചില്ലേ? ആൾ എന്നോട് പറഞ്ഞു പർപ്പിൾ അടിച്ചാൽ സൂപ്പർ ആയിരിക്കും ഈ സ്ഥാനത്ത് എന്ന്. പക്ഷെ അതിന് ബ്ലീച്ച് ചെയ്യണം. ഞാൻ വേണ്ട, ബ്ലീച്ച് ഇല്ല. ഞാൻ നിന്റെ പഴയ വീഡിയോസ് എനിക്കിപ്പോ ഈ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കോളേജ് തുറക്കുന്ന സമയത്ത് മുടിയിലൊരു പർപ്പിൾ അടിച്ചിട്ടുണ്ട്. നല്ല രസം ഉണ്ടായില്ലേ? എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. മുടി ഫ്രണ്ടിൽ മാത്രം ഒന്ന് ലെയർ ആക്കി. ഇവിടെ കണ്ട തൂങ്ങണം. ആള് പറഞ്ഞു ബാക്ക് തൊടുന്നില്ല. അത് കുറച്ച് വളരട്ടെ എന്നിട്ട് വെട്ടാ. ഈ അമ്മക്ക് എന്തെങ്കിലും കുറ്റം പറയണമെന്ന് തോന്നുന്നു. റെഡ് കണ്ടിട്ടും നല്ലത് പറയുന്നില്ല, അടിച്ചത് കണ്ട് നല്ലത് പറയുന്നില്ല, നീളം കണ്ടിട്ടും ചീത്ത പറയാ. മുന്നേ ഒരു മുടി വെട്ടി വന്നപ്പോ അതിനും ചീത്ത. കേട് വരുമോ പറഞ്ഞിട്ട് എനിക്കൊരു പേടി. ഒന്നിപ്പോ കളർ അടിക്കണ്ട ഈ ജന്മത്ത്. കറുത്ത മുടിയാക്കി അതും നിങ്ങക്ക് പ്രശ്നം, കളർ അടിച്ച അതും നിങ്ങക്ക് പ്രശ്നം. പറ നീ കളർ അടിക്കാണ്ടിരുന്നപ്പോ ഏറ്റവും സങ്കടം അമ്മക്കായിരുന്നു. എപ്പോഴും മുടി കളർ അതിലത്തെ ഡയലോഗാ പറഞ്ഞു. എപ്പോഴും കളർ അടിച്ച് കണ്ടിട്ട് ഇപ്പൊ കളർ അടിക്കാണ്ട് എന്തോ പോലെ നീ കളർ ഒന്ന് കേട് വന്നിട്ട് പിന്നെ ഒന്ന് നേരെ ഇപ്പൊ ഇത്തിരി സമാധാനം. ഇനി ഞാൻ മുടി ഷോർട്ടാക്കി വന്നപ്പോഴും ചോദിച്ചു എന്താ കളർ അടിച്ചില്ലേ? കേട് വരുത്തണ്ട, കേട് വരുത്തും. അങ്ങനെ വേണം പറയാൻ. എങ്ങനെയുണ്ട്? നന്നായി. വേണ്ട പോണെന്ന്. എനിക്ക് ഇങ്ങനെ വേണ്ട. ഇപ്പൊ മൊത്തത്തിൽ ലിപ്സ്റ്റിക് ഇതൊക്കെ ഒന്ന് കളർ എല്ലാം മാറിയപ്പോ മൊത്തം ആള് മാറി. സൂപ്പർ. ഇതൊക്കെ എപ്പ അടിച്ച് നെയിലർട്ടും ചെയ്താ? അല്ലല്ല ഞാൻ തന്നെ. നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനറിയോ? നോക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണോ? കണ്ണട വെക്കടാ പോയിട്ട്. ഓ പൂ വരച്ചാണ്. രണ്ട് സൈഡിലും ഒരേപോലെ സൂപ്പർ ആയിട്ട് വരച്ചേക്കണു. നിങ്ങക്ക് ചെയ്തരണോ? കളർ നോക്കിയാണ്. ഇന്നലെ രാത്രി എന്റെ അടുത്ത് വന്നിട്ട് പറയണേ, എടി എന്റെ അടുത്ത് വന്നിട്ട് പറയണേ യൂണിക്കോം പാളിപ്പോയി, ബാക്കി നന്നായിട്ടുണ്ട്. ഉറങ്ങിയ പപ്പ എത്തിയിട്ടില്ല. റിയാക്ഷൻ ഒന്നും മനസ്സിലായിട്ടില്ല. അതിന് മനസ്സിലായത് കുറച്ച് ബ്രൗൺ അല്ലേ ഉണ്ടായുള്ളൂ, ഇപ്പൊ ചുവപ്പ്. അതിന് കാണണ്ടത്. അതൊക്കെ എന്താ സാധാരണ വീട്ടില് കുറച്ച് മുടി കളർ ചിലരും ചീത്ത പറയാം. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഹായ് എന്തെങ്കിലും പറ. എന്തായ ഗംഭീരായിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെ ആക്കിയാലോ? നിങ്ങൾക്ക് നിറയെ കളർ കാണണമെങ്കിൽ ഇങ്ങനെ ആക്കണം. എന്റെ മുടി ഇങ്ങനെ ആക്കാൻ എത്ര രൂപ വരും? എന്റെ മുടി ഇതാക്കാൻ ഡൈന്റെ മേലെ കൂടെ ആവില്ല. അമ്മന്റെ പുതിയ ഡ്രസ് ഫിറ്റൊക്കെ കാണിക്ക്. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞു കേട്ടില്ല. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞു അങ്ങനത്തെ ഇടാൻ. അപ്പൊ കേട്ടില്ല. അപ്പൊ ഞാൻ എന്റെ ഇഷ്ടത്തിന് അരിയിടുന്നൊക്കെ വേണ്ടി നിൽക്കുക. കറങ്ങ് കറങ്ങ് ഫിറ്റൊക്കെ പറയുമ്പോ കറങ്ങണം. ഇനി ഇത് നീ അബിയോട് പറയരുത്. എനിക്ക് അബിന്റെ റിയാക്ഷൻ എടുക്കണം. അപ്പൊ ഞാൻ നേരിട്ട് കാണിച്ചിട്ടെടുക്കും കേട്ടാ അബിന്റെ റിയാക്ഷൻ. നിങ്ങൾ എന്താ ഇങ്ങനെ പറയണ്ടല്ലേ? സത്യത്തില് കുറച്ചും കൂടി അടിക്കാതിനടാ. ഇനി എവിടെ ബാക്കി? എവിടെ ഇനി ബാക്കി? ഇതില് കാണില്ല. അവനോട് ചോദിച്ചാണ് ഫംഗി കളേഴ്സ് അടിക്കണം ബ്ലീച്ച് ചെയ്തിട്ട്. പച്ച നീല മഞ്ഞ ബ്ലീച്ച് ചെയ്യണം. അടിച്ചോളൂ. ഉള്ളിൽ ഇവിടെ ഉണ്ടല്ലോ. ഇതിപ്പോ ഞാൻ ഒരു ബാഡി ആയിട്ടില്ലേ? ഞാൻ ആളോട് പോയിട്ട് പറയാം എനിക്ക് ബാഡി ആവണം, ബാഡി അല്ലെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാക്കും. മുടി വെട്ടിയ മാതിരി ആവും പിന്നെ ബാഡി. എന്നിട്ട് ആള് പറയാം മുടി വളർന്നിപ്പോ ശരിയായില്ലേ. എന്നിട്ട് ആളെന്റെ തല എന്തോ തേക്കാൻ വേണ്ടി വന്നേ. ഇതെന്താ നല്ലതാണോ? അപ്പൊ ആളാ പറഞ്ഞു ഞാൻ എനിക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ കുറവട്ടം ചെയ്ത് തലപ്പാളിയതാണ്. ഗൈസ് ഒരു ദിവസം കഴിഞ്ഞു, ഇന്നലെ കളർ ചെയ്ത്. അപ്പൊ ഈ പച്ചമ്മ കണ്ടു. എങ്ങനെയുണ്ട് അച്ഛമ്മന്റെ മുടി? മുടി ഒരു പ്രത്യേക സ്ഥലമുണ്ട്. രസമുണ്ടോ? രസം പറഞ്ഞ ചോപ്പിന്റെ രസം. നിന്റെ തലയില് ചോപ്പ് വന്നതിന് രസല്ലേ? എന്റെ തലയില് ചോപ്പ് വന്നതിന്റെ കറുപ്പിന് പകരം ചോപ്പായി. അപ്പൊ അതിൻ്റെതായ ഒരു ചന്തം. സൂപ്പർ ആയിട്ടുണ്ട് എന്നാണ് അച്ഛമ്മ ഉദ്ദേശിച്ചത്. അത് അച്ഛമ്മ എങ്ങനെ സൂപ്പർ എന്നുള്ള വാക്ക് തപ്പായിരുന്നു അല്ലേ?
സൂപ്പർ അല്ലേ? പള്ളിക്കൂടം ഉണ്ടാകുമായിരുന്നോ? ഒരു ആശുപത്രി ഉണ്ടാകുമായിരുന്നോ? പാവപ്പെട്ടവരുടെ കാണപ്പെട്ട ദൈവമാണ് ഞങ്ങൾ പാവങ്ങളുടെ കാണപ്പെട്ട ദൈവമാണ് പാപ്പിക്കാൻ. അപ്പോൾ ഇപ്പോൾ ചേച്ചി ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വിളിച്ചു. ആക്ച്വലി ചേച്ചിൻ്റെ വീഡിയോ എനിക്ക് തോന്നുന്നു അവൾക്ക് സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയത് അൺബോക്സ് ചെയ്യാനാണ്. പക്ഷെ അവൾ എന്താണെന്ന് പറഞ്ഞിട്ടില്ല. ചേച്ചിക്ക് സിൽവർ പ്ലേ ബട്ടൺ കിട്ടി, അത് തുറക്കാനാണ് ഇന്ന് വിളിക്കുന്നതെന്നാണ് എൻ്റെ നിഗമനം. പക്ഷെ അമ്മയോട് പറയണ്ട. കിട്ടാൻ എത്ര 1,00,000 സബ്സ്ക്രൈബേഴ്സ്. അപ്പം അത് കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് വേണ്ടിയിട്ട് അവൾ എന്നെയും അമ്മേനെയും അബിനെയും വിളിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അപ്പം അബിൻ്റെ റിയാക്ഷൻ എടുക്കാം. ഓക്കെ, അടക്കണം ഗൈസ്. ചേച്ചി അബി വന്നിട്ടുണ്ട്. അപ്പം അബിൻ്റെ റിയാക്ഷൻ എടുക്കാം. അബിൻ്റെ ഫ്രണ്ടിലുണ്ട്. ഓ, അബിൻ്റെ അർജൻറ്റീന വണ്ടിനെ കാണിച്ചിടാവേ. ഇതാണ് അബിൻ്റെ അർജൻറ്റീന വണ്ടി. അയ്യോ, അർജൻറ്റീന സ്റ്റിക്കർ എവിടെ? എന്തിന്? ഓ, തുറക്ക്. അയ്യോ, എൻ്റെ റിയാക്ഷൻ എടുക്കട്ടെ. എൻ്റെ മുടി നോക്ക്, എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ഞാനും അടിക്കാൻ പോവാണ്. റെഡ് അടിക്കാം. അപ്പൊ നമുക്ക് എല്ലാവർക്കും റെഡ് ഹെഡ് ആവാം. നീലയാണോ അടിക്കുന്നത്? അർജന്റീനയുടെ നീല. ഗൈസ്, ഇവര് ഇവിടെ ഫൈനൽ കഴിഞ്ഞ സ്റ്റിക്കർ മാറ്റാ പറഞ്ഞു. അപ്പൊ ആക്ച്വലി ഫൈൻ കിട്ടും 5,000 രൂപ. നമ്പർ പ്ലേറ്റ്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ എല്ലാവരുടെ റിയാക്ഷൻ എടുത്തു. സോ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എങ്ങനെയുണ്ട് എൻ്റെ ഹെയർ കളർ എന്ന് ഓണസ്റ്റ് ഒപ്പീനിയൻ പറയണേ. അയ്യോ, വീണു, ഞാൻ അറിയാണ്ട് വീണു, അറിയാതെ വീണു. സോ എങ്ങനെയുണ്ട് എൻ്റെ ഹെയർ കട്ട്, അല്ല ഹെയർ കളർ എങ്ങനെയുണ്ട്? അമ്മയ്ക്ക് എന്താ അഭിപ്രായം ഇല്ലേ? അപ്പോടാ. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്തിട്ട് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചേച്ചിൻ്റെ സിൽവർ പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്തിട്ട് വരാം. അവൾ ഇപ്പോഴും പറഞ്ഞിട്ടില്ല എന്താ വീഡിയോ എന്ന്. പക്ഷെ എനിക്കറിയാം. അവളുടെ ചാനലിൽ പോയി നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ബൈ ഗൈസ്.